പള്ളിക്കുന്നിലെ വീട്ടുകിണറ്റിലെ വെള്ളത്തിന് അസ്വാഭാവിക ഗന്ധവും നിറവും. വെള്ളത്തിൽ ഡീസലിന്റെ സാന്നിധ്യം കണ്ടെത്തി. PWD മുൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CH സുരേന്ദ്രന്റെ വീട്ടുകിണറ്റിലാണ് ഇത്തരമൊരു പ്രശ്നം അനുഭവപ്പെട്ടത്. ഡീസൽ കലർന്നതിന്റെ കാരണം സംബന്ധിച്ച് വ്യക്തമായ ധാരണ ഇതുവരെയും ലഭിച്ചിട്ടില്ല. കുടിവെള്ളം മുട്ടിയ വീട്ടുകാർ എന്തു ചെയ്യണമെന്ന് അറിയാതെ വലയുകയാണ്. കണ്ണൂർ പള്ളിക്കുന്ന് ജയ്ജവാൻ റോഡിലെ വീട്ടുകിണറ്റിലെ വെള്ളത്തിലാണ് ഡീസലിന്റെ രൂക്ഷഗന്ധവും നിറമാറ്റവും കണ്ടെത്തിയത്. ദിവസങ്ങളായി കിണർ വെള്ളം ഉപയോഗശൂന്യമായതോടെ വീട്ടുകാരുടെ കുടിവെള്ളം മുട്ടി. കഴിഞ്ഞ 4 ദിവസമായിട്ടാണ് കിണർ വെള്ളത്തിൽ എണ്ണയുടെ അംശവും നിറമാറ്റവും ഡീസലിനോട് സമാനതയുള്ള ഗന്ധവും വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നിലവിൽ കിണറ്റിന്റെ പരിസരത്തും ഡീസലിന്റെ രൂക്ഷഗന്ധം അനുഭവപ്പെടുന്നുണ്ട്. ഈ വീടിന് തൊട്ടടുത്ത് നിരവധി വീടുകളുണ്ടെങ്കിലും സമീപത്തെ മറ്റ് കിണറുകളിലെ വെള്ളത്തിന് അസ്വാഭാവികതകളൊന്നും തന്നെയില്ല. 37 വർഷം പഴക്കമുള്ള ഈ കിണർ കടുത്ത വേനലിലും ഏകദേശം 5 പടവോളം വെള്ളം നൽകിയിരുന്നതായാണ് വീട്ടുകാർ പറയുന്നത്. വീട്ടുകാർ കുടിക്കാനായി ഈ വെള്ളമാണ് ഉപയോഗിച്ചിരുന്നത്. 4 ദിവസം മുമ്പിലാണ് മണക്കാൻ തുടങ്ങിയത്. പക്ഷെ എവിടുന്ന മണക്കുന്നത് നമുക്കൊരു ഐഡിയ ഇല്ലേനു. വരുന്ന ഓട്ടറും എല്ലാം പറയും പെട്രോൾ മണക്കുന്നത് എവിടെന്നാ വരുന്നതെന്ന്. ലാസ്റ്റ് 2 ഡേയ്സിലാണ് നമ്മളെ കിണറ്റിന്നാ വരുന്നത് നമ്മൾ അറിയുന്നത്. പക്ഷെ വെള്ളം ക്ലിയറാണ്. ഞാൻ വലിച്ചിട്ട് എടുക്കുന്നതാ, മറ്റേ ഇതൊന്നും ടാങ്കൊന്നും എടുക്കുന്നില്ല. സ്മെല്ല് വരുന്നുണ്ട്. ഇത് കിണറ്റിന്നാ വരുന്നതെന്ന് ഈ സെക്കൻഡ് ഡേ ആണെന്ന് അറിയുന്നത്. അപ്പം അന്നേരം വെള്ളം വലിച്ച് മൂക്കയിലിട്ടേരാന്ന്. പിന്നെ നെക്സ്റ്റ് ഡേ ആകുമ്പോൾ വെള്ളത്തിൻ്റെ കളറ് മാറി ബ്രൗൺ കളറായി ഫുൾ ലെയർ വന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞേരം പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്ത് പറഞ്ഞ് നിങ്ങൾ കോർപ്പറേഷൻ. പക്ഷേ സാറ്റർഡേ സൺഡേ ആയിട്ട് ഒന്നും നടന്നില്ല. ഇന്നാണ് ഇപ്പം കലക്ടർക്ക് എല്ലാവർക്കും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ആരടിക്കെല്ലാം കൊടുക്കേണ്ട എല്ലാവർക്കും കൊണ്ടു കൊടുത്തത്. എന്നാൽ നിലവിൽ കിണർ വെള്ളത്തിൽ ഡീസൽ സാന്നിധ്യം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണെന്ന് ഇവർ പറയുന്നു. ഇതോടെ അടുത്തുള്ള വീടുകളെ ആശ്രയിച്ചാണ് ഇവർ കുടിവെള്ളം ശേഖരിക്കുന്നത്. PhD റെഗുലർ അല്ല, അതുകൊണ്ട് അയിമേലെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. നെയ്ബേഴ്സ് തരുന്നുണ്ട്. കിണറിലെ ജലത്തിൽ ഡീസൽ കലർന്നതിന്റെ കാരണം സംബന്ധിച്ച് വ്യക്തമായ ധാരണ ലഭിച്ചിട്ടില്ല. ഈ വീടിനടുത്തായി ജയിൽ വകുപ്പിന്റെ ഒരു ഇന്ധന പമ്പ് പ്രവർത്തിക്കുന്നുണ്ട്. പമ്പിലെ ഇന്ധന സംഭരണിയുമായി കിണർ വെള്ളത്തിന്റെ മലിനീകരണത്തിന് ബന്ധമുണ്ടോ എന്ന സംശയം ഉയർന്നിട്ടുണ്ട്. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ടവർ വീട്ടിലെത്തി കിണർ വെള്ളം പരിശോധിച്ചു. സംഭവം സംബന്ധിച്ച് CH സുരേന്ദ്രൻ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. കുടിവെള്ള സ്രോതസ് മലിനമായതിന്റെ കാരണം കണ്ടെത്താനും പ്രശ്നം പരിഹരിക്കാനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ആവശ്യം. ഡീസൽ പോലുള്ള രാസവസ്തുക്കളുടെ സാന്നിധ്യം കിണർ വെള്ളത്തിൽ സ്ഥിരീകരിച്ചാൽ അത് ഗുരുതരമായ ആരോഗ്യ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്ന ഭീതിയിലാണ് വീട്ടുകാർ. അതിരൂക്ഷഗന്ധമാണ് കിണറ്റിൽ നിന്നും വമിച്ചുകൊണ്ടിരിക്കുന്നത്. കുടിവെള്ളം മുട്ടിയൊരു സ്ഥിതിവിശേഷമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും അധികൃതർ ഇതിനൊരു ശാശ്വത പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ക്യാമറാമാൻ പ്രതീഷ് കൊളച്ചേരിയോടൊപ്പം ആദിത്യ രഞ്ജൻ, സിറ്റി ന്യൂസ്.